ഹലോ. ആ എന്തുണ്ട്? ഇല്ല ഭക്ഷണം കഴിച്ച്. പിന്നെ എനിക്ക് ലീവ് കിട്ടി കേട്ടോ. ചൊവ്വാഴ്ച നാട്ടിലേക്ക് വരും. അമ്മേനോടും മക്കളോടെല്ലാം പറഞ്ഞേ. പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. ഞാൻ വൈകുന്നേരം വന്നിട്ട് വിളിക്കാം. എന്നാ ശരി, ഓക്കെ. ഓ അതെയാ, ചൊവ്വാഴ്ച വരുന്ന്? ഞാൻ മക്കളോടെല്ലാം പറയാം. എന്നാലും ഡ്യൂട്ടിക്ക് പോയിട്ടോ. ഓക്കെ. ഹലോ. ഞാനൊരു കാര്യം പറയാനാന്നേ വിളിച്ചത്. ഇപ്പോൾ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചൊവ്വാഴ്ച നാട്ടിലേക്ക് വരുന്നല്ലോ. എന്നാ ഇനി പണ്ടത്തെ പോലെ വിളിയൊന്നും നടക്കൂലേ. ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചോളും കേട്ടോ. ഇങ്ങോട്ടേക്ക് ഫോണിലേക്ക് വിളിക്കറേ. അത് പറയാനാ വിളിച്ചിനിപ്പോ. അല്ലേട്ടാ, നാട്ടിൽ വരുമ്പോ നിങ്ങൾ തടിച്ചു പോയല്ലോ വല്ലാണ്ട്. അത് 2 മാസം ചെയ്യുമ്പോൾ എന്നാലും വല്ലാണ്ട് തടിച്ചിനേട്ടാ. നല്ല തീറ്റയൊന്നും തോന്നലായിരുന്നു. വേറെന്തല്ല? അത് കസ്റ്റമർ കെയർ നിങ്ങൾക്ക് സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട്. ചോറെടുത്തല്ലോ. ഹലോ. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ ഫ്രീ ആകുമ്പോ. വെക്ക്. ഓക്കെ ഓക്കെ. ആരെയാ ഫോണ്? കൊറേ ദിവസം ഒരു പരിങ്ങി കളിക്കുന്നു. ഒന്നുമില്ല. ഒന്നുമില്ല. മയിലോ? ഇതാരാണ്? ആരുമില്ല. മര്യാദക്ക് പറഞ്ഞോ. ഞാൻ ഒന്നും അറിയാണ്ടെന്നല്ല എന്നോട് ചോദിക്കുന്നത്. ഞാൻ കുറെ ദിവസം എന്നെ ശ്രദ്ധിക്കുന്നു. കാര്യങ്ങൾ പറഞ്ഞോ. എന്റെ ശരിയായ സ്വഭാവം കൊണ്ട് എടുപ്പിക്കണ്ട കേട്ടോ. അല്ല, എനക്കൊന്നും അവനെ കാണണം. അവനെ വിളിക്കും. അത് വേണ്ടട്ടോ. വേണോ? ആവശ്യമുണ്ട്. വിളിക്ക്. ഉണ്ടാവില്ല എന്നല്ല, എനക്കെന്തായാലും ഒന്ന് കാണണം. വിളിക്ക്. ഹലോ. ഒന്ന് കാണാൻ പറ്റുമോ? എപ്പം കാണുന്ന സ്ഥലത്ത് തന്നെ. ഓക്കെ. ഹലോ. ഞാനിവിടെ കുറെ സമയം വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഹലോ. അറിയായിരിക്കുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. ആര്യ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് അതേ അറിയണ്ടോ. ഇല്ല പക്ഷെ അത് ഒന്നുമില്ല. ഒന്നും ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട. കാര്യങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. മനസ്സിലായോ? അതൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ഇഷ്ടമുണ്ടപ്പാ. വേറെ ഒന്നുമില്ല. ഇഷ്ടാ? നീ ഇവളെ കല്യാണം കഴിക്കുവാ? ഇഷ്ടാന്ന് പറഞ്ഞാല് എന്റെ 2 മക്കളുണ്ട്. നീ മക്കളെ നോക്കുവാ? എന്തിഷ്ടങ്ങൾ തമ്മില്? അതെല്ലാം എനിക്ക് നീ ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ എന്റെ ഭാര്യയും മക്കൾ പറഞ്ഞ എന്താ? അപ്പൊ ഈ പ്രേമിക്കുമ്പോ ഈ മെസ്സേജ് അയക്കുമ്പോ കോൾ ചെയ്യുമ്പോ ഒന്നും ഭാര്യ മക്കളൊന്നും ഇല്ലേ? പെട്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിൽ ഭാര്യ മക്കളെല്ലാം വന്നത്? പറ്റിപ്പോയി. എന്ത് പറ്റിപ്പോയി? ഉണ്ടാക്കി തോന്നുന്നത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമല്ല, ഒരു സെക്ഷൽ അട്രാക്ഷൻ മാത്രമാണ്. നിങ്ങളത് 1-2 ആഴ്ച ഒരുമിച്ച് താമസിച്ചാൽ നിങ്ങൾക്ക് 2 മടുപ്പ് വരും. അങ്ങനെയുള്ള ഒരു വികാരം മാത്രമേ ഇത്. കാരണം നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എനക്കുണ്ട് അതുപോലെ തന്നെ. അപ്പൊ ഇതൊന്നും ആദ്യം ചിന്തിച്ചിട്ടില്ലേ? നമ്മളെ പോലത്തെ ആൾക്കാർ ആരും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അപ്പൊ നിങ്ങളൊന്നും നാട്ടിൽ ഇങ്ങനത്തെ കളി കളിച്ചാൽ നമ്മളെ പോലത്തെ എന്താ ചെയ്യുക? ഇതെല്ലാം ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നോണ്ടല്ലേ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒളിച്ചോടി പോയിന്നായിരിക്കും. നിങ്ങൾ പോയി 1-2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ള ഇതെല്ലാം മടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളാണുങ്ങളെ നിങ്ങൾ വീട്ടിലേക്ക് പോകും. ഇവളെന്ത് ചെയ്യും? ഇവള് തിരിച്ചു വരുമോ? ഇവർക്ക് നാട്ടുകാരെ ഫേസ് ചെയ്യണം, വീട്ടുകാരെ ഫേസ് ചെയ്യണം, മക്കളെ, ഭർത്താവിനെ എല്ലാവരും ഫേസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റുക?
എന്താ തലകത്തിടുന്നത്? ഇവളെ മുന്നിൽ ആകെയുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യലാണ്. ഇതന്നെ ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവളെ ആത്മഹത്യ ചെയ്താലേ എന്റെ 2 മക്കാരുണ്ട്. അമ്മയുണ്ടാ? ആത്മഹത്യ ചെയ്യാതെ മാത്രമേ എന്റെ മുന്നിൽ വഴിയുള്ളൂ. ഇതെല്ലാം ചിന്തിക്കണം എന്തെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോ. എന്നാണ് വിചാരിച്ചേ? അടിക്കണ്ടല്ലോ, കണ്ണിയെ മുറിച്ചാൽ എന്ന് വിചാരിച്ചേ? നമ്മുടെ നാട്ടിലേക്ക് നിനക്കല്ല എന്തുവാകാന്ന് വിചാരിച്ച? പ്രായം കുറെ ആയാലോ എനിക്കല്ലോ, ഇനി നന്നായിക്കൂടെ? അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. എന്താ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി എന്റെ ഭാഗത്ത് ഇതുവരെ ഒരു തെറ്റുണ്ടാവില്ല. എന്നാ നിങ്ങൾക്ക് നല്ലത്. ഏട്ടാ എനക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ അന്നേരം ആരെ പറ്റിയിട്ടും ആലോചിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം. ഓക്കെ, തെറ്റ് മനസ്സിലായല്ലോ, അത് മതി. അപ്പൊ ഈ ഒരു സമയമായിട്ട് ഞാൻ അറിഞ്ഞ് സാരമില്ല. മരണത്തെക്കാൾ വലിയ വേദന വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴല്ല, വേണ്ടപ്പെട്ടവർ ചതിക്കുമ്പോഴാണ്.